സോനുവും മോനുവും ഇരട്ട സഹോദരങ്ങളായിരുന്നു. അങ്ങനെയിരിക്കെ സോനുവിന്റെ കല്യാണമായി. സോനുവിന്റെ അങ്കിൾ അമേരിക്കയിൽ നിന്ന് 5 വർഷങ്ങൾക്ക് ശേഷം വീട്ടിലെത്തിയിരിക്കുകയാണ്. വീട്ടിൽ വന്ന പാടെ സോനുവും മോനുവും ഒരുമിച്ച് അദ്ദേഹത്തിന്റെ അടുത്തെത്തുന്നു. കുഴപ്പമായാലോ? ഇതിൽ സോനു ഏതാണ്, മോനു ഏതാണ്? ലോജിക്കൽ ആർമി, നിങ്ങൾക്ക് ചിന്തിച്ചു പറയാമോ ഇതിൽ സോനു ആരാണ്, മോനു ആരാണെന്ന്? ഇവിടെയുള്ള ക്ലൂസ് ശ്രദ്ധിച്ചു നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ ആൻസർ കമന്റായി എന്നോട് പറയൂ. ലെഫ്റ്റിലുള്ള പയ്യന്റെ കയ്യിൽ മൈലാഞ്ചി ഇട്ടിരിക്കുന്നു. ഇതിന്റെ അർത്ഥം അവൻ തന്നെയാവും സോനു. കാരണം അങ്കിൾ ജി സോനുവിന്റെ കല്യാണത്തിനാണല്ലോ എത്തിയിരിക്കുന്നത്. എങ്കിൽ കല്യാണച്ചക്കന് തന്നെയല്ലേ മൈലാഞ്ചി ഇടാറുള്ളതും? അടുത്ത റെഡിലേക്ക് പോകാം. ഒരു കർഷകന്റെ കൃഷിയിടത്തിൽ പലതരം പച്ചക്കറികൾ നട്ടിരുന്നു. പക്ഷേ ഒരു കള്ളൻ എന്നും രാത്രി വന്ന പച്ചക്കറികൾ ഓരോന്നായി മോഷ്ടിച്ചുകൊണ്ടിരുന്നു. ആദ്യത്തെ ദിവസം കള്ളൻ ഉരുളക്കിഴങ്ങ് മോഷ്ടിക്കുന്നു. അടുത്ത ദിവസം ക്യാരറ്റ് കൊണ്ടുപോകുന്നു. പിന്നെ റാഡിഷ് കൊണ്ടുപോകുന്നു. അപ്പോ കർഷകന് മനസ്സിലാകുന്നു കള്ളൻ ഒരു പാറ്റേൺ വെച്ചിട്ടാണ് പച്ചക്കറികൾ മോഷ്ടിക്കുന്നതെന്ന്. ഇന്ന് രാത്രി ടൊമാറ്റോ, ഒണിയൻ അല്ലെങ്കിൽ ബ്രിഞ്ചാൽ ഇതിലേതോ ഒന്നാണ് മോഷ്ടിക്കാൻ പോകുന്നത്. ലോജിക്കൽ ആർമി, നിങ്ങൾക്ക് പറയാമോ കർഷകന് ശരിയായ പാറ്റേൺ ആയിരിക്കുമോ മനസ്സിലായത്? അങ്ങനെയെങ്കിൽ കള്ളൻ ഇന്ന് എന്തായിരിക്കും മോഷ്ടിക്കുക? ടൊമാറ്റോയാണോ, ഒണിയൻ ആണോ, അതോ ബ്രിഞ്ചാലോ? ചിന്തിക്കൂ. കള്ളൻ മണ്ണിനടിയിൽ ഉണ്ടാകുന്ന പച്ചക്കറികൾ മാത്രമാണ് മോഷ്ടിച്ചുകൊണ്ടിരുന്നത്. അതിനർത്ഥം ഇന്ന് രാത്രി അവൻ ഓണിയനാണ് മോഷ്ടിക്കാൻ പോകുന്നത്. കള്ളൻ വന്ന പാടെ കർഷകൻ അവനെ അടിച്ചോടിക്കുന്നു. അതോടെ അവൻ പേടിച്ചോടുന്നു. അതിനുശേഷം അവൻ അതുവഴി വന്നിട്ടേയില്ല. വരൂ, അടുത്ത റെഡിയിലേക്ക് പോവാം. ആലിയ ഹോളിയുടെ ദിവസം പുറത്തെവിടെ പോവുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ആരോ അവളുടെ മേൽ കളർ ഒഴിക്കുന്നു. ആലിയ ദേഷ്യത്തോടെ തിരിഞ്ഞു നോക്കുമ്പോൾ പുറകിൽ 3 കുട്ടികൾ വാട്ടർ ഗണ്ണുമായി നിൽക്കുന്നു. പക്ഷേ 3 പേരുടെയും വാട്ടർ ഗൺ കാലിയായിരുന്നു. അങ്ങനെയെങ്കിൽ ആലിയയുടെ ദേഹത്ത് ആരാണ് കളർ ഒഴിച്ചത്? എ ആണോ, ബി ആണോ, അതോ സിയോ? നന്നായി ചിന്തിക്കൂ ലോജിക്കൽ ആർമി. രണ്ടാമത്തെ കുട്ടിയുടെ കാലിനടുത്ത് ബ്ലൂ കളറിലെ കുറച്ച് ഡ്രോപ്സ് കിടക്കുന്നത് കാണാം. ആലിയയുടെ ദേഹത്തും നീല നിറമാണുള്ളത്. അതിനർത്ഥം ഈ കുട്ടി തന്നെയാണ് ആലിയയുടെ ദേഹത്ത് കളർ ഒഴിച്ചത്. ആലിയ വേഗം തന്നെ അടുത്തുള്ള കടയിൽ നിന്നും കളർ വാങ്ങി അവന്റെ മേൽ കളർ തേക്കുന്നു. എന്നിട്ട് ഉച്ചത്തിൽ ഹാപ്പി ഹോളി എന്ന് പറയുന്നു. നമുക്ക് അടുത്ത റെഡിയിലേക്ക് പോകാം. ആശു മാരേജ് ഹാളിൽ ഭക്ഷണം കഴിക്കുകയായിരുന്നു. അവൻ ഒരു വലിയ കപ്പിൽ കോഫി എടുക്കുന്നു. പക്ഷേ അവന് കോഫി അധികമായി തോന്നി. അതുകൊണ്ട് അവൻ അതിന്റെ പകുതി തന്റെ സഹോദരൻ വാസുവിന് നൽകുന്നു. കോഫി കുടിച്ചപ്പോൾ തന്നെ വാസുവിന് തല കറങ്ങുവാൻ തുടങ്ങുന്നു. കുറച്ചു നിമിഷങ്ങൾക്കകം വാസു മരിച്ചു വീഴുന്നു. ഡിറ്റക്റ്റീവ് മെഹുലിനെ ക്രൈം സീനിലേക്ക് വിളിച്ചു വരുത്തുന്നു. എല്ലാവരും വിചാരിച്ചിരുന്നത് കോഫിയിൽ വിഷം ഉണ്ടായിരുന്നുവെന്നാണ്. പക്ഷേ ആ കോഫി തന്നെയല്ലേ ആശുവും കുടിച്ചത്. എന്നിട്ട് അവനൊന്നും പറ്റിയില്ലല്ലോ. ഇതെന്തു മറിമായമാണെന്ന് മെഹുലിനും മനസ്സിലാകുന്നില്ലായിരുന്നു. മെഹുൽ ഒന്നുകൂടെ എല്ലാ സാധനങ്ങളും സൂക്ഷിച്ചു നോക്കുന്നു. പെട്ടെന്ന് തന്നെ മെഹുലിന് കാര്യം പിടികിട്ടുന്നു. ലോജിക്കൽ ആർമി, നിങ്ങൾക്ക് മനസ്സിലായോ? ആശു വാസുവിന് കോഫി കൊടുത്തപ്പോൾ മുകളിലുള്ള കോഫി പൗഡർ മുഴുവനും വാസുവിന്റെ കപ്പിലേക്ക് വീണിരുന്നു. അതിനർത്ഥം വിഷം കോഫി പൗഡറിലായിരുന്നു, കോഫിയിലല്ലായിരുന്നു. അതുകൊണ്ടാണ് ആശുവിന് ഒന്നും സംഭവിക്കാത്തതും. മെഹുൽ കോഫി കൗണ്ടർ ചെക്ക് ചെയ്യുന്നു. അപ്പോൾ അവിടെ കോഫി പൗഡറിന്റെ ടിൻ മിസ്സിംഗ് ആയിരുന്നു. മെഹുലിന് മനസ്സിലാകുന്നു കോഫി പൗഡർ മോഷ്ടിച്ച ആ കൊലയാളി അടുത്ത് തന്നെ ഉണ്ടെന്ന്. അവിടെ 3 ആളുകളായിരുന്നു ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഇവരെ കണ്ടിട്ട് പറയാമോ ഇവരിൽ ആരായിരിക്കും ആ കൊലയാളി എന്ന്? സിയുടെ ട്രൗസറിന്റെ പോക്കറ്റിലേക്ക് സൂക്ഷിച്ചു നോക്കൂ. അതിൽ കോഫി പൗഡർ കാണുവാൻ പറ്റുന്നില്ലേ? മെഹുൽ അയാളുടെ പോക്കറ്റ് ചെക്ക് ചെയ്യുന്നു. അങ്ങനെ മെഹുൽ അയാളെ പിടികൂടുന്നു. വരൂ, നമുക്ക് അടുത്ത റെഡിയിലേക്ക് പോകാം. ലാബ് റിസർച്ചിനായി ഭൂൽഭുലയ സയന്റിസ്റ്റ് 3 പേരെ ഹയർ ചെയ്യുന്നു. പക്ഷേ അടുത്ത ദിവസം തന്നെ ലാബിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തു കാണാതെ പോകുന്നു. സയന്റിസ്റ്റ് CCTV ക്യാമറ നോക്കിയിട്ടും അദ്ദേഹത്തിന് ഒന്നും മനസ്സിലാകുന്നില്ല. സയന്റിസ്റ്റ് വേഗം തന്നെ മെഹുലിനെ വിളിക്കുന്നു. മെഹുൽ പുതിയ 3 ആളുകളെയും ചോദ്യം ചെയ്യുന്നു. ആദ്യത്തെ ആൾ പറയുന്നു, ഞാൻ കോഫി കുടിക്കാൻ പോയിരുന്നു. രണ്ടാമത്തെ ആൾ പറയുന്നു, ഞാൻ ബാത്റൂമിൽ പോയിരുന്നു. മൂന്നാമത്തെ ആൾ പറയുന്നു, എനിക്ക് വീട്ടിൽ നിന്നൊരു കോൾ വന്നിരുന്നു, ഞാൻ സംസാരിക്കുവാൻ വേണ്ടി പുറത്തു പോയിരുന്നു. മെഹുൽ CCTVയിൽ 3 പേരും പുറത്തു പോകുന്നതായും തിരിച്ചു വരുന്നതായും കാണുന്നു. മെഹുലിന് മനസ്സിലാകുന്നു ഇതാരായിരിക്കും ചെയ്തിരിക്കുകയെന്ന്. എന്താ ലോജിക്കൽ ആർമി, നിങ്ങൾക്ക് മനസ്സിലായോ? മൂന്നാമത്തെ ആളെ ശ്രദ്ധിച്ചു നോക്കൂ. അയാൾ പോയപ്പോൾ തലയിൽ തൊപ്പി വെച്ചിരുന്നു. പക്ഷേ തിരിച്ചു വന്നപ്പോൾ ക്യാപ്പ് ഉണ്ടായിരുന്നില്ല. അതിനർത്ഥം തീർച്ചയായും അയാൾ ക്യാപ്പിനുള്ളിൽ വെച്ച് ആ കെമിക്കൽ കടത്തിയതായിരിക്കും. മെഹുൽ അവനെ നല്ല രീതിയിൽ തന്നെ ചോദ്യം ചെയ്യുന്നു. അങ്ങനെ അയാൾ മെഹുലിനോട് മുഴുവൻ സത്യവും തുറന്നു പറയുന്നു. നമുക്ക് അടുത്ത റെഡിയിലേക്ക് പോവാം. ജഗ്ഗയും ധമാക്ക സിംഗും മോഷണത്തിനായി ഇറങ്ങിത്തിരിക്കുന്നു. വഴിയിൽ അവരൊരു വീട് കാണുന്നു.
വീടിന്റെ ഗേറ്റ് പുറത്തുനിന്ന് പൂട്ടിയിരുന്നു. ജഗ്ഗു മതിൽ ചാടി അകത്ത് കടക്കുവാൻ ശ്രമിക്കുന്നു. പക്ഷേ ധമാക്ക സിംഗ് അവനോട് തിരിച്ചു വരുവാൻ പറയുന്നു. എന്തായിരിക്കും ലോജിക്കൽ ആർമി? ധമാക്ക സിംഗ് എന്തിനാണ് ജഗ്ഗയോട് തിരിച്ചു വരുവാൻ പറയുന്നത്? ചിന്തിക്കൂ. വീടിന് പുറത്ത് അയയിൽ ഒരു ഷർട്ട് കിടപ്പുണ്ടായിരുന്നു. അതിൽ നിന്ന് വെള്ളത്തുള്ളികൾ ഇറ്റിറ്റ് വീഴുന്നുണ്ടായിരുന്നു. അതിന്റെ അർത്ഥം ആരോ ഇപ്പോൾ തന്നെ നനഞ്ഞ തുണി കൊണ്ട് വിരിച്ചിട്ടതാവുമെന്നല്ലേ? അതായത് ആ വീട്ടിൽ തീർച്ചയായും ആരോ ഉണ്ട്. ജഗ്ഗയും ഇത് മനസ്സിലാകുന്നു. അങ്ങനെ രണ്ടുപേരും അവിടെ നിന്ന് വേഗം തന്നെ കടന്നു കളയുന്നു. നമുക്ക് അടുത്ത റീഡിലേക്ക് പോകാം. ആലിയ ഒരു കള്ളന്റെ പുറകെ ഓടി മാർക്കറ്റിലെത്തുന്നു. പക്ഷേ കള്ളൻ മാർക്കറ്റിൽ എവിടെയോ ഒളിച്ചിരുന്നു. ആലിയ മാർക്കറ്റ് മുഴുവനും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. അവൾക്ക് 3 പേരെ സംശയം തോന്നുന്നു. ലോജിക്കൽ ആർമി, ഈ 3 പേരെയും നോക്കിയിട്ട് പറയാമോ ഇതിൽ ആരായിരിക്കും കള്ളനെന്ന്? ഷൂ പോളിഷ് ചെയ്യുന്ന ആളെ സൂക്ഷിച്ചു നോക്കൂ. അയാൾ ശരിക്കും ബ്രഷ് മാത്രം പിടിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. എന്നാൽ പോളിഷ് ചെയ്യുന്നവർ മുഴുവൻ സാധനങ്ങളുമായല്ലേ ഇരിക്കുക. ഇവന്റെ അടുത്ത് പോളിഷ് ക്രീം പോലുമില്ല. അതായത് ഇവൻ തന്നെയാണ് കള്ളൻ. ആലിയെ പറ്റിക്കുവാൻ വേണ്ടി അവൻ ബ്രഷുമായി പോളിഷ് ചെയ്യുന്നവനായി അഭിനയിച്ചതാണ്. അവൾ അവനെ കൈയോടെ പിടികൂടുന്നു. നമുക്ക് അടുത്ത റീഡിലേക്ക് പോകാം. ടെററിസ്റ്റ് ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്നു. മെഹുലിന്റെ ഇൻഫോമർ അദ്ദേഹത്തെ ഒരു ലെറ്റർ കാണിക്കുന്നു. അതിൽ കടലിന്റെ ഫോട്ടോയും ഒരു പെൺകുട്ടിയുടെ ഫോട്ടോയും ഉണ്ടായിരുന്നു. മെഹുലിന് പെട്ടെന്ന് തന്നെ മനസ്സിലാകുന്നു ഏത് രാജ്യത്തേക്കാണ് പെൺകുട്ടിയെ കടത്തിക്കൊണ്ടു പോയിരിക്കുന്നതെന്ന്. ലോജിക്കൽ ആർമി, നിങ്ങൾക്ക് മനസ്സിലായോ? ചിന്തിക്കൂ. C+ ഈ പെൺകുട്ടി റിയയാണെന്ന് വെച്ചാൽ സിറിയ. മെഹുൽ ഡിറ്റക്റ്റീവ് ജലാലിന്റെ സഹായത്തോടെ സിറിയയിൽ സീക്രട്ട് മിഷൻ നടത്തുന്നു. അങ്ങനെ ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തുന്നു. നമുക്ക് അടുത്ത റീഡിലേക്ക് പോകാം. റിയ കാട്ടിനുള്ളിൽ ന്യൂ ഇയർ പാർട്ടി ആഘോഷിക്കാൻ പോയതാണ്. പക്ഷേ അവൾ ആ വഴി മറന്നുപോകുന്നു. അവൾ ഒരു മെയ്സിൽ പെട്ടതുപോലെ ആകുന്നു. റിയയുടെ മുന്നിൽ 3 വഴികളുണ്ട്. അവൾ ആദ്യത്തെ വഴി പോയി നോക്കുമ്പോൾ തിരികെ തുടങ്ങിയെടുത്ത് തന്നെ എത്തുന്നു. അടുത്തത് അവൾ 2ാമത്തെ വഴിയിലൂടെ പോകുന്നു. പക്ഷേ വീണ്ടും അവൾ അവിടെ തന്നെ എത്തുന്നു. പിന്നീട് അവൾ 3ാമത്തെ വഴി പോയി നോക്കുന്നു. പക്ഷേ ഇതെന്താണ്? അവൾ അവിടെ തന്നെ എത്തിപ്പെടുന്നു. റിയ 3 വഴികളും സൂക്ഷിച്ചു നോക്കുമ്പോൾ അവൾക്ക് മനസ്സിലാകുന്നു അവൾ എല്ലാ തവണയും ഒരേ വഴിയിൽ തന്നെയാണ് പോയതെന്ന്. ലോജിക്കൽ ആർമി, റിയയ്ക്ക് ഇതെങ്ങനെ മനസ്സിലായി? റിയ എല്ലാ തവണയും പോയ ആ വഴി സൂക്ഷിച്ചു നോക്കൂ. ആ വഴിയുടെ സൈഡിൽ ഒരു തടിക്കഷ്ണം വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അവൾ ആദ്യത്തെ വഴി പോയപ്പോൾ അത് ലെഫ്റ്റ് സൈഡിലായിരുന്നു. 2ാമത് പോയപ്പോഴും അത് ലെഫ്റ്റ് സൈഡിൽ തന്നെയായിരുന്നു. 3ാമത് പോയപ്പോഴും അവിടെ ലെഫ്റ്റ് സൈഡിൽ തന്നെയായിരുന്നു. അതായത് വഴി മാറി പോവുകയായിരുന്നു. ഇത്തവണ അവൾ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് ആ വഴിയിലൂടെ പോകാതിരിക്കുന്നു. അങ്ങനെ അവിടെ നിന്ന് പുറത്തു കിടക്കുന്നു. റിയയ്ക്ക് വേണ്ടി തീർച്ചയായും ഈ വീഡിയോയ്ക്ക് നിങ്ങൾ ഒരു ലൈക്ക് കൊടുക്കില്ലേ? വരൂ, നമുക്ക് അടുത്ത റീഡിലേക്ക് പോകാം. ലാബിനുള്ളിൽ നിന്ന് റേഡിയത്തിന്റെ ഒരു കഷ്ണം മോഷണം പോകുന്നു. ലോജിക്കൽ ആർമി, റേഡിയം ഒരു ഇമ്പോർട്ടന്റ് എലമെന്റ് ആണ്. രാത്രിയിൽ റോഡിന്റെ ഇരുവശത്തുമുള്ള സൈൻ ബോർഡ് ഷൈൻ ചെയ്യുന്നത് റേഡിയം കാരണമാണ്. ലാബ് അസിസ്റ്റന്റിന് പിടികിട്ടുന്നില്ലായിരുന്നു റേഡിയം എവിടെ പോയെന്ന്. ലാബിനുള്ളിൽ ബബ്ലു എന്ന പേരുള്ള ഒരു റിസർച്ചർ കൂടെ ഉണ്ടായിരുന്നു. അവന് ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. ലാബ് അസിസ്റ്റന്റ് തലേ ദിവസത്തെ CCTV ഫൂട്ടേജസ് നോക്കുമ്പോൾ അയാൾക്ക് മനസ്സിലാകുന്നു ബബ്ലു തന്നെയാണ് മോഷണം നടത്തിയതെന്ന്. ലോജിക്കൽ ആർമി, നിങ്ങളും ഈ ഫൂട്ടേജസ് സൂക്ഷിച്ചു നോക്കൂ. എന്നിട്ട് എന്നോട് പറയൂ ലാബ് അസിസ്റ്റന്റിന് ഇതെങ്ങനെ മനസ്സിലായെന്ന്. ബബ്ലുവിന്റെ വാച്ച് ഇപ്പോൾ നോക്കൂ. CCTV ഫൂട്ടേജസിൽ നോക്കൂ. രണ്ടിലും അതിന്റെ കളർ വേറെ വേറെയാണ്. അതിനർത്ഥം ബബ്ലു വാച്ചിനുള്ളിൽ റേഡിയം ഒളിപ്പിച്ച് ലാബിൽ നിന്നും പുറത്തെത്തിച്ചതാണ്. ബബ്ലു തീർച്ചയായും സ്മാർട്ടാണ്. പക്ഷേ ലാബ് അസിസ്റ്റന്റ് അതിലും സ്മാർട്ടാണ്. വരൂ, നമുക്ക് അടുത്ത റീഡിലേക്ക് പോകാം. ഒരു കടയുടെ ഉള്ളിൽ പെട്ടെന്ന് CCTV ക്യാമറയും ലൈറ്റ്സും ഓഫായി പോകുന്നു. ആ സമയം അവിടെ ഒരു മോഷണം നടക്കുന്നു. പക്ഷേ കടയുടെ വെളിയിലും ഒരു CCTV ക്യാമറ ഉണ്ടായിരുന്നു. കടക്കാരൻ ആ ക്യാമറ ചെക്ക് ചെയ്യുന്നു. അപ്പോൾ അയാൾക്ക് 3 പേരെ സംശയം തോന്നുന്നു. ഒരാൾ സെൽഫി എടുക്കുകയായിരുന്നു. മറ്റൊരാൾ തന്റെ മൊബൈലിൽ നോക്കുകയായിരുന്നു. 3ാമത്തെ ആളുടെ കയ്യിൽ ഒരു വലിയ പാക്കറ്റ് ഉണ്ടായിരുന്നു. ലോജിക്കൽ ആർമി, നിങ്ങൾക്ക് പറയാമോ ഈ 3 പേരിൽ ആരെയാണ് സംശയം തോന്നുന്നതെന്ന്? ശ്രദ്ധിച്ചു നോക്കൂ. സെൽഫി എടുക്കുന്ന ആളുടെ കയ്യിൽ മൊബൈലിന് പകരം ഒരു റിമോട്ട് കൺട്രോൾ ആണുള്ളത്. അയാൾ എങ്ങനെയാണ് റിമോട്ട് കൺട്രോൾ കൊണ്ട് സെൽഫി എടുക്കുന്നത്? അതിനർത്ഥം ഇതായിരിക്കും കടയിലെ CCTVയും ലൈറ്റ്സും ഓഫാക്കുവാൻ കള്ളന്മാർ ഉപയോഗിച്ച ഡിവൈസ്. കടക്കാരൻ കള്ളന്മാരെ കണ്ടിട്ടുണ്ടാകും. അയാൾ അവരെ കണ്ടെത്തുവാൻ ശ്രമിക്കുന്നു. അവരവിടെ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞിരുന്നു. നമുക്ക് അടുത്ത റീഡിലേക്ക് പോകാം. ഈ കാണുന്ന ഫാമിലികളിൽ ഏതാണ് പാവപ്പെട്ടവർ? നന്നായി ചിന്തിച്ച് നോക്കൂ ലോജിക്കൽ ആർമി. എന്നിട്ട് നിങ്ങളുടെ ആൻസർ കമന്റായി എന്നോട് പറയൂ. ഇത്തരം ഇൻട്രസ്റ്റിംഗ് റീഡിൽസിനായി ഈ ചാനൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.